ഹവിസിൽ നിന്നുയർക്കും പഴവങ്ങാടിയുണ്ണി ഗണപതിയെ ഉണരും പ്രഭാതത്തിൻ ഹവിസിൽ നിന്നുയർക്കും പഴവങ്ങാടിയുണ്ണി ഗണപതിയെ ഗണപതി ഭഗവാനെ നമാമി ഗണപതി ഭഗവാനെ. അമ്മേ, അയ്യോ അമ്മേ, അമ്മേ എന്തു പറ്റി അമ്മേ? അമ്മയടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റെപ്പ് കയറി വരല്ലെന്ന്. ഒന്നുമില്ല മോനെ. ചായ മീനുക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തു വിട്ടാ പോരായിരുന്നു? അവൾ അമ്പലത്തിൽ പോയതാടാ മോനെ. ഒരു ചായക്കുള്ള പാലേ ഉണ്ടായിരുന്നുള്ളൂ, അത് പോയല്ലോ ഈശ്വര. ഇനി ഞാൻ എന്റെ കുഞ്ഞിന് എന്ത് കൊടുക്കും? അത് സാരമില്ല അമ്മേ, ഒരു കട്ടൻ കാപ്പിയിലും മതി. എന്നാ നീ വേഗം ഒരേക്കോ, ഞാൻ കാപ്പി ഇട്ടോണ്ട് വരാം. മേളിലോട്ട് കയറി വരണ്ട, എന്നെ വിളിച്ചാ മതി, ഞാൻ താഴോട്ട് വന്നേക്കാം. സോനു വന്നില്ലയോടാ? ഇല്ല. എന്താ ഒത്തിരി താമസിക്കുന്നല്ലോ? ഹലോ യാ, നീ എവിടാ? 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറായല്ലോ. അവിടെ എന്താ? ശരി, ഞാൻ വരാം. അമ്മ അവൻ വരുന്നില്ലെന്ന്. അതെന്താ? ജംഗ്ഷനിൽ നിൽക്കാന്ന്. ഞാൻ അങ്ങോട്ട് പോവാ. നിനക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ ഇങ്ങനെ ആശ്രയിക്കണോ മോനെ? അമ്മ നോക്കിക്കോ, ഞാനും ഒരു വണ്ടി വാങ്ങും. അച്ഛന്റെ സ്വപ്നമായിരുന്ന ഈ വീടിന്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്യും. എടാ, അപ്പം മീനുക്കുട്ടിയുടെ കാര്യോ? അവളോട് നല്ല ആരെങ്കിലും ലൈനടിച്ച് പോവാൻ പറ. ഇല്ലമ്മേ, അവളുടെ കല്യാണം ഗംഭീരമായിട്ട് നമ്മൾ നടത്തും. തൽക്കാലം ഗിരിജാമ്മ ടെൻഷൻ അടിക്കാതെ അകത്ത് പോയിരുന്നാട്ടെ. ഹലോ, എവിടെടാ? ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. വരുവോ? ആ. നോക്കടാ, കൊള്ളാലോ. പുതിയതാണോടാ? പുതിയതാ മോനെ, ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാ. എത്ര ആവൂടാ ഇതിന്? ഒരു 35 രൂപയൊക്കെ ആവൂടാ. അവിടെ ഞാൻ ആമസോൺ വഴി എടുത്തതാ. നിനക്ക് അവിടെ നിന്നാടാ ഇത്രയും പൈസ? അതൊക്കെ ഉണ്ട് മോനെ, എല്ലാം അധ്വാനിച്ചുണ്ടാക്കുന്നതാ. ഡാ, ഇത് ആർക്കാണെന്നറിയാവോ? അവൾക്കായിരിക്കും. അതെ, നിരഞ്ജന മേനോൻ, എന്റെ ചങ്കിന്. ഇതിൽ അവൾ വീഴും മോനെ. വീഴും വീഴും. വേറെ ആരെങ്കിലും ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്താൽ അവൾ അവിടെയും വീഴും. ഇല്ലടാ, എന്റെ നീര് ഒരിക്കലും എന്നെ തേച്ചിട്ട് പോകില്ല. നീര് വരാതെ നീ സൂക്ഷിച്ചോ. വാടാ പോകാം. അവള് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ഇത് കൊടുക്കണം. ഓ, എടാ, ഈ ചാത്തൻ ഫോണൊക്കെ മാറ്റിയിട്ട് പുതിയ ഐഫോണൊക്കെ മേടിച്ച് പോക്കറ്റിൽ വെക്കടാ. നിനക്കങ്ങനെ പറയാം, കാശ് വേണ്ടേ? മനസ്സ് വെച്ചാ കാശൊക്കെ ഉണ്ടാവും. ഒരു പാർട്ട് ടൈം ജോലിക്ക് പോയാ പോരെ? എന്ത് ജോലി? അതൊക്കെ ഉണ്ട്, വാ പറയാം. ഡാ, അയാളെ കാണുന്നില്ലല്ലോ, നമുക്ക് പോയാലോ? ഇപ്പൊ വരുവടാ, നീ ടെൻഷൻ അടിക്കാതിരിക്കുക. മണിച്ചേട്ടൻ വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. വൈകി ചെന്നാ അമ്മ വിഷമിക്കും. ഡാ, നീയല്ലേ പറഞ്ഞത് നിന്റെ അമ്മയ്ക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം?
മീനുകുട്ടിയെ നല്ലൊരു ചെറുക്കനെ കൊണ്ട് വിവാഹം ചെയ്യിക്കണം, അച്ഛന്റെ സ്വപ്നമായിരുന്ന വീടിന്റെ പണി പൂർത്തീകരിക്കണം എന്നൊക്കെ. അതെ, അതൊക്കെ നാളെ രാവിലെ തന്നെ ചെയ്തു തീർക്കണമെന്നല്ല പറഞ്ഞേ. ഭാവിയിലെ സ്വപ്നങ്ങളാ. ഡാ മനു, ഈ ലോകത്ത് ആണുങ്ങളെ പോലെ ജീവിക്കണമെങ്കിൽ പണം വേണമെടാ. പണമില്ലാത്തവൻ പട്ടിയാ, വെറും പട്ടി. നീ ഒരുത്തിയുടെ പുറകെ നടക്കുന്നുണ്ടല്ലോ, അവക്കൊരു നല്ല ചുരിദാർ വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഇപ്പൊ എത്ര രൂപയാകുമെന്ന് അറിയോ? അതിന് ഇതാണോ വഴി? അല്ല, പക്ഷെ പഠിത്തം കഴിഞ്ഞ് ജോലിയാകുന്നിടം വരെ എങ്ങനെയെങ്കിലും പിടിച്ചിരുന്നെങ്കിലല്ല പറ്റത്തുള്ളൂ. പിന്നെ ഹയർ സ്റ്റഡീസിന് പോകണമെന്നുണ്ടെങ്കിലും നല്ല പൈസ വേണം. ഇതൊക്കെ എവിടുന്നുണ്ടാകും? അതൊക്കെ ശരിയാ, എന്നാലും എടാ, ജീവിതകാലം മുഴുവൻ ഇത് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്കൊരു സ്റ്റാൻഡ് ആവുന്നവരെ മാത്രം. ആ, മണിച്ചേട്ടൻ വരുന്നുണ്ടാ. ആ മണിച്ചേട്ടാ. ആ എടാ മക്കളെ, വന്നിട്ട് ഒത്തിരി നേരമായോ? ആ, കുറച്ചു നേരമായി വന്നിട്ട്. ആ, ഇതാണോ നീ പറഞ്ഞ പാർട്ടി? ആ, ഇതായിട്ടാ ഞാൻ പറഞ്ഞ ആള്. എന്താടാ നിന്റെ പേര്? മനു. നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലേ? ആ, എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചേട്ടാ. എടേ പയ്യനെ, ഇത് ഇച്ചിരി റിസ്ക് ഉള്ള പണിയാണ്, പക്ഷെ നല്ല കാശ് കിട്ടും. കൂടുതൽ കസ്റ്റമറെ പിടിക്കുന്നതിനനുസരിച്ച് കൂടുതൽ പണം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ പോലീസ് പിടിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. പിടിച്ചാൽ ഒറ്റിക്കൊടുക്കരുത്. ഇല്ല ചേട്ടാ, ഒരു കുഴപ്പമുണ്ടാവില്ല, ഞാനല്ലേ പറയുന്നത്. ഡേ, ഇവനൊന്നും പറയുന്നില്ലല്ലോ, എല്ലാം നീ മാത്രം പറഞ്ഞാൽ മതിയോ? ഇവനെല്ലാം ആദ്യമായിട്ടല്ലേ ചേട്ടാ, എല്ലാം ഞാൻ പറഞ്ഞ് റെഡി ആയിക്കോളാം. ആ, എന്നാ രാവിലെ കാണാം. എന്നാ പോട്ടെ മക്കളെ. ആ. മതി. ആ, പോവാം. മുടിയിൽ എണ്ണ വെച്ചോ. ചേച്ചി ചേച്ചി, ദോണ്ടാ ചേട്ടൻ. ചേച്ചി, തോണ്ട അമ്മ. ഞാൻ പോട്ടെ. സൂക്ഷിച്ച്. ഒത്തിരി നേരം ഇവിടെ വന്നിട്ട്? ഇല്ലടി, ഇപ്പൊ വന്നതേ ഉള്ളൂ. ദാ എന്റെ വക പിറന്നാൾ സമ്മാനം. താങ്ക് യു. താങ്ക്സ് മാത്രമേ ഉള്ളോ? വേറെ എന്ത് വേണം ചെക്കന്? അല്ല, ഈ പരിസരത്തു നിന്ന് മാറിയാൽ. പോടാ പോടാ. ഗൗരി, ദേ ചേച്ചി വിളിക്കുന്നു, ഞാൻ എന്നാ പോട്ടെ, വൈകിട്ട് വിളിക്കാം. എടാ സോനുവേ, ഇവൻ പുലിയാണ് കേട്ടോ. നിന്നെക്കായി കൂടുതൽ ബിസിനസ് ഇപ്പോൾ ഇവനാ. 50 അടുത്തു, നീ 22 കിടക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മണിച്ചേട്ടാ, എന്നേക്കാൾ കൂടുതൽ ഫ്രണ്ട്സ് ഇവനാ. പെൺപിള്ളാർക്കുള്ള ഐറ്റം ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ. എല്ലാം ഇവന്റെ ആരാധികമാരാ. ആ, അവർക്കുള്ള ഐറ്റം നമുക്ക് താമസിക്കാതെ ഇറക്കാം. നല്ലൊരു പാർട്ടി വന്ന് കൂടിയിട്ടുണ്ട് കൊച്ചിന്ന്. സൂപ്പർ സാധനമാണെന്നാ പറയാ. എന്നാ ഞങ്ങള് പൊളിക്കും, അല്ലേടാ മനു? പിന്നെ എന്നാ ഞങ്ങള് പോട്ടെ മണിച്ചേട്ടാ. സൂക്ഷിക്കണേടാ മക്കളെ. അമ്മ ജോലി ചെയ്തു തുടങ്ങിയോ? ഇത് അവള് രാവിലെ അലക്കി വെച്ചിട്ട് പോയതാ, ഞാൻ എടുത്ത് വിരിച്ചെന്നേ ഉള്ളൂ. എന്താ നേരത്തെ? ഉച്ച കഴിഞ്ഞ് സ്ട്രൈക്കായിരുന്നു. എന്നും ഒരു സ്ട്രൈക്ക്. ദാ അമ്മയുടെ മരുന്ന്. ആ, മനുവിന്റെ അമ്മയല്ലേ? അതെ. എന്താ സാറേ? അവനുണ്ടല്ലോ അല്ലേ? എന്താ സാറേ? എന്താ സാറേ കാര്യം? സാറേ, ഓ സാറേ. ഏ, എന്താ സാറേ? അതൊക്കെ പറയാം. ഓടാനൊന്നും ശ്രമിക്കണ്ട, വീട് മുഴുവൻ പോലീസ് വളഞ്ഞിട്ടുണ്ട്. എന്താ സാറേ? എന്താ എന്താ എന്റെ മോൻ ചെയ്തത്? എന്താ മോനെ? എന്താ സാറേ? ഇതെന്താ? എന്താടാ ഇത്? മനു, എന്താ മോനെ? ഇവൻ കോളേജിൽ പോകുന്നിട്ട് പഠിക്കാനൊന്നും കഞ്ചാവ് വിൽക്കാൻ. കണ്ടില്ലേ? കനാബിസ്. ഇല്ല സാറേ, ഇല്ല, എന്റെ മോൻ അങ്ങനെ ചെയ്യത്തില്ല. അപ്പൊ എങ്ങനെ പോവല്ലേ? നിങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ എനിക്ക് എന്നെ ഡ്യൂട്ടി ചെയ്യണ്ടേ? കഴിഞ്ഞ 4 മാസം ഞാൻ അവന്റെ പുറകെ നടക്കുക. വാടാ. അങ്ങോട്ട് വരാം.
വല്ലതും കിട്ടിയോ സാറേ? പിന്നെ ഇവൻ പുലിയല്ലേ? കേറാ കേറാ, അങ്ങോട്ട് അങ്ങോട്ട് നീങ്ങടാ. നേരം തികയ്ക്കാതൊരു പകൽ സൂര്യൻ ദുരിത കടലിൽ പോയി മറഞ്ഞു. കനം തിങ്ങുമിരുളിലായി കമനീയ ലോകം. കാരുണ്യമെവിടെയൻ കാലമേ, കാരുണ്യമെവിടെയൻ കാലമേ. എന്താ ജോർജ്? സാറേ, ആ 12 വാർഡ് മെമ്പർ തച്ചൻകുടി പ്രഭാകരൻ സാറെ കാണാൻ പുറത്തേപ്പുണ്ട്. വിളിക്കണം. ഓ, ഇയാൾ എവിടെയും കിട്ടിയെടുത്തോ? ആ, വരാൻ പറ. മെമ്പറെ, സാറ് വിളിക്കുന്നു. നമസ്കാരം സാർ. ഇരിക്കെ. ആ ജോർജേ, സാർ. ഇതാ റൈറ്ററായി കൊടുക്കണം. ആ, പിന്നെ ഇന്നുമായിട്ട് തന്നെ അന്വേഷിച്ചതിനോട് പറയുകയും വേണം. ശരി സാർ. ഓക്കെ ഓക്കെ. ആ, പിന്നെന്താ മെമ്പറേ? സാറേ, ഞാൻ ആ പിള്ളേരുടെ കാര്യത്തിന് വന്നതാ. ഞാനത് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിലേക്ക് അയക്കാൻ പോകാൻ പറയാം. സാറേ, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. പാർട്ടി ഓഫീസിൽ നിന്ന് ഇപ്പോൾ വിളിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ കുറച്ച് കഷ്ടമാകും പറയാം. കഴിഞ്ഞ 4 മാസമായിട്ട് അവൻ ഞങ്ങളായിട്ട് വട്ടം കിടക്കുക. സാറേ, ആ മനു എന്ന് പറഞ്ഞ പയ്യൻ്റെ അച്ഛൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. പുള്ളി കഴിഞ്ഞ 4 മാസം മുമ്പ് മരിച്ചുപോയി. സംഗതി സൂയിസൈഡ് ആയിരുന്നു. പുള്ളി ഒരു PWD കോൺട്രാക്ടറായിരുന്നു. സാറേ, നല്ല കടമുണ്ടായിരുന്നു. സമയത്തിന് ബില്ല് മാറാൻ പറ്റാതെ വന്നപ്പോൾ കടക്കാർ ബുദ്ധിമുട്ടിച്ചു. അദ്ദേഹം പോയി വിഷമടിച്ചു. ഓ, അത് ശരി. ഈ പയ്യനാണ് സാറേ ഇനി ആ കുടുംബം നോക്കേണ്ടത്. നല്ല സ്വഭാവമുള്ള പയ്യനാണ് സാറേ. അവനെങ്ങനെ ഈ കുരുക്കിപ്പെട്ടെന്ന് അറിയില്ല. കൂട്ടുകെട്ടാണല്ലോ കുഴപ്പമുണ്ടാക്കുന്നത്. മെമ്പർ പറയുന്നതൊക്കെ ശരിയായിരിക്കും. ഇവന്മാരെ മാപ്പസാക്ഷികളാക്കി വിടാമെന്നും വെച്ചു. ഇനി ഇവന്മാർ ചെയ്യത്തില്ലെന്ന് എന്ത് ഉറപ്പാ ഉള്ളത്? മെമ്പർക്ക് ഉറപ്പ് വരാൻ പറ്റുമോ? അത് പിന്നെ സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താട്ടെ. നമുക്ക് വല്ല കൗൺസിലിങ്ങും കൊടുത്ത് രക്ഷപ്പെടുത്താം. അറിവുകേട് കൊണ്ട് ചെയ്തു പോകുന്നതാ സാറേ. പിള്ളേരല്ലേ, പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് കേൾക്കുമ്പോൾ പെട്ടുപോകുന്നതാ. ഓ, ഇവന്മാരൊന്നും നന്നാവുന്ന എനിക്ക് തോന്നുന്നില്ല. അകത്ത് കിടക്കട്ടെ കുറച്ച് ദിവസം, അതാ നല്ലത്. മറ്റു കുറ്റവാളികളുടെ കൂടെ ഇട്ട് ഇതുവരെ അറിഞ്ഞുകൂടാത്ത മറ്റു കുറ്റകൃത്യങ്ങളും പഠിച്ച് ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധരാകാതെ തെറ്റ് മനസ്സിലാക്കി കൊടുത്ത് നേർവഴിക്ക് കൊണ്ടുവരേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം സാറിനും എനിക്കുമൊക്കെ ഇല്ലേ? അതുകൊണ്ട് നന്നാവാനൊരു അവസരം നമുക്ക് കൊടുത്തൂടെ സാറേ? സാർ. ആ ജോർജേ, അവന്മാരെല്ലാം ഇനി വിളിക്കേ. ഓക്കെ സാർ. കയറാ, അങ്ങോട്ട് ഇങ്ങോട്ട് കയറും. ഇങ്ങോട്ട് മാറിക്ക്. ഇവിടെ അങ്ങോട്ടല്ല, ഇങ്ങോട്ട് നിൽക്കാൻ. ഇതാ നിൽക്കുന്നു. മെമ്പർക്ക് ഇവനെ അറിയോ? ഇവന്റെ പേരിൽ 3 കേസ് ഈ സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. 3 സാറേ? 4 ഉണ്ട്. മറ്റേ ആ വസ്തു കച്ചവടത്തിന്റെ 4 കേസുണ്ട്. ഇങ്ങനെയുള്ള സാമൂഹ്യ ദ്രോഹികളുടെ കൂടെ അവന്മാരുടെ കൂട്ട് എങ്ങനെ നന്നാവനാ മെമ്പറെ? കനാബിസ് എന്ന ഓമന പേരിലാണ് കഞ്ചാവ് ഇപ്പോൾ ക്യാമ്പസുകൾ അറിയപ്പെടുന്നത്, ഒരു കോഡുവാക്കായിട്ട്. കനാബീസ് എന്നത് കഞ്ചാവിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്, ശാസ്ത്രീയ നാമം. സ്ഥിരമായ ഉപയോഗം കൊണ്ട് വിഷാദരോഗം തുടങ്ങി കടുത്ത മാനസിക സംഘർഷങ്ങളിലേക്കും അതുവഴി മാരകമായ മനോരോഗങ്ങൾ ഉണ്ടാക്കുന്ന, അതായത് സ്കിസോഫ്രേനിയ, പച്ച മലയാളത്തിൽ പറഞ്ഞ ഭ്രാന്ത് വരെ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ കഞ്ചാവ്. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ഒരു വലിയ റാക്കറ്റിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് ഇവൻ, ഈ മണി. മീശ മുളയ്ക്കാത്ത പിള്ളേരെ വരെ ഇവൻ ഈ മണി കച്ചവടത്തിന് ഉപയോഗപ്പെടുന്നുണ്ട്. ഇതൊക്കെ എത്ര വലിയ കുറ്റമാണെന്നറിയാവോ? 20 വർഷം മുതൽ 30 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഇങ്ങേയറ്റത്തെ ശിക്ഷയാണെങ്കിൽ പോലും 10,000 രൂപ പിഴയും 6 മാസത്തെ തടവും ലഭിക്കും. ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചൊന്നും അറിയാതെയാണ് യുവന്മാരൊക്കെ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒരു രസത്തിന് ബീഡിയിൽ തുടങ്ങുന്നതാണ്.
പിന്നീട് കഞ്ചാവിലേക്ക് തിരി. ലഹരി പോരാൻ തോന്നുമ്പോൾ പിന്നെ മയക്കുമരുന്നിലേക്കും തിരി. മോർഫിൻ, പെത്തഡിൻ, കൊക്കൈൻ, ബ്രൗൺ ഷുഗർ മുതലായ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങും. നാശത്തിന്റെ ആദ്യ ചവിട്ടുപടിയിലാണ് ഇവന്മാരിപ്പോൾ നിൽക്കുന്നത്. മെമ്പർക്ക് മനസ്സിലായോ? സാറേ, ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എൻ്റെ പേരിൽ മാത്രം മതി. റെയ്ഡ് ഉണ്ടാവും എന്നുള്ളൊരു സൂചന കിട്ടി. ആ സാധനം സൂക്ഷിക്കാൻ ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തത്. ഈ പിള്ളേർ പാവങ്ങളാ, അവരെ വെറുതെ വിട്ടൂടെ സാറേ? നീ എന്നെ നിയമം പഠിപ്പിക്കാനോടാ റാസ്കൽ? നീ പറയുന്ന പോലെ തോന്നിയ ദിവസം ചെയ്യാനല്ല സർക്കാരിന്റെ ശമ്പളം തന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. മനസ്സിലായോടാ പൊന്ന? സാർ, എന്താണോ? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ? ആ പയ്യന്റെ അമ്മ മരിച്ചുപോയി. ആരാ സർ? എന്റെ അമ്മയാണോ? അമ്മേ, എന്റെ അമ്മേ. എടാ, എനിക്ക് എന്റെ അമ്മയെ കാണണോടാ. അയ്യോ, അയ്യോ, നിർത്തടാ. നിന്റെ അമ്മയുടെ കാര്യമല്ല പറഞ്ഞത്. സ്വന്തം അമ്മയുടെ നില തകർത്തേ ഒരുത്തൻ സെല്ലി കിടപ്പുണ്ട്. അവരുടെ കാര്യമാണ് പറഞ്ഞത്. ഈ മെമ്പർ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, നിന്റെയൊക്കെ വീട്ടിലെ അവസ്ഥ അറിയാവുന്നതുകൊണ്ടാ ഒരവസരം തരാമെന്ന് വെച്ചത്. നന്നാവാമെങ്കിൽ നന്നായിക്കോ. എടാ, 4 അക്ഷരം പഠിച്ച് എന്തെങ്കിലും ജോലി സമ്പാദിച്ച് വീട് പോറ്റാൻ നോക്ക്. അതല്ലാതെ ഈ ഉടായ്പ പരിപാടി കൊണ്ട് ഇനി എൻ്റെ കയ്യിലെങ്ങാണമെന്ന് പെട്ടാണ്ടല്ലോ. ആ ഇല്ല സാർ, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല സാറ്. നീയോടാ? ഇല്ല സാർ, ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഇനി ഇതുണ്ടാവില്ല. ആ എന്നാ കൊള്ളാം. ആ ജോർജേ, സാർ, ഇവന്മാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എഴുതി ഒപ്പിടിപ്പിച്ച് വിട്ടേരെ. ശരി സാർ. വയനാടാ ഇങ്ങോട്ട്. ആ അപ്പം ശരിയാൻ പറ, നമുക്കിനിയും കാണാം. എനിക്ക് കുറച്ച് പണി കൂടെ ഉണ്ട്. അല്ലയോടാ മണി? താങ്ക് യു സാർ. നീ വന്നേ. എങ്ങനുണ്ട് ബിസിനസ്സൊക്കെ? കുഴപ്പമില്ല സാർ, നന്നായി പോന്നു. ഇനി 4 പീസും കൂടെ ഉള്ളു ബാക്കി. 2 ഓക്സ്ഫോർഡ് ഡിക്ഷണറി, 2 ദി വേൾഡ്. ആ മതി 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 മതി. അമ്മയ്ക്കിപ്പോൾ എങ്ങനുണ്ട്? സുഖമായിരിക്കുന്നു സാർ. ആ എൻ്റെ അന്വേഷണം പറയണം കേട്ടോ. ആ നിന്റെ പഴയ ഉടായ്പൊക്കെ എപ്പോഴും ഉണ്ടോ? ഒന്നുമില്ല സാർ, ഇപ്പം ഞങ്ങൾ ഒരുമിച്ചാ. കൊള്ളാം. എന്നാ പോവാം. ഓക്കെ സാർ.